Breathalyzer test provide proof that you ain't sober. Good God. Stop the beat, it could be my daughter crossing the street. If you're brand new Buick Skylarks and work of art and it's not sitting in the last place you park, good God. Run the place, I'ma see the little thief right after the court date. Look, a lot of us see police as fools. I ain't trying to knock your hustle, Duke, to each his own. But when you get violated and the beef is on, and you living with your moms and your seed ain't grown, you gon' see my song and read my poem and know the top dollar, the scholar cannot be that wrong. Still your man, hood top, it's hard. ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയുടെ അടുത്ത് പോവാം. നമുക്ക് സ്റ്റോറിൻ്റെ അടുത്ത് നോക്കാം. നമുക്കിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ഒരു ഡെഡ് ബോഡി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ കൊണ്ട് വന്നിട്ട് കാറിൽ കൊണ്ടുവന്ന് അവിടെ ഇട്ട് പോയി. ഇങ്ങനെയായിട്ട് ഒരാൾ സൈക്കിൾ ചവിട്ടി വന്നു. ഒരു ഡെഡ് ബോഡി കൊണ്ട് ഷോക്കായിട്ട് പോലീസ് കോൾ ചെയ്തു. അങ്ങനെ ഒരു പോലീസ് എടുത്ത് ഹലോ അങ്ങനെ പോലീസ് വന്ന് നോക്കുമ്പോൾ ഒരു ഡെഡ് ബോഡി. ആ ഡെഡ് ബോഡി കാൽ വേറെ തല വേറെ അങ്ങനെ ഉണ്ടായിരുന്നു. ഡെഡ് ബോഡി കണ്ട ഒരു പോലീസ് ടെൻഷൻ ആവാൻ തുടങ്ങി. പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പോലീസ് ഇങ്ങനെ എന്താ തേടിയായിരുന്നു, ഒന്നും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ പോലീസ് അതായത് വേറെ വഴിയില്ല, നമുക്ക് വേറെ വഴിയില്ല, നമുക്കിങ്ങനെ ബോസൊക്കെ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് എല്ലാവരും വിളിച്ചു. അതെ, നമുക്ക് വലിയ പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ ഒരു വലിയ പോലീസ് ചെറിയ പോലീസായിരുന്നു ഒരു സാറ്. അങ്ങനെ ഒരാൾക്ക് കോൾ ചെയ്തു. ഫോൺ എടുത്തു. ഹലോ, ആരാ? സർ, ഇവിടെ ഒരു മർഡർ നടന്നു. എന്താ മർഡർ നടന്നു? ശരിടാ, ഞാൻ വരാം. ശരി, ഓക്കെ, ഞാൻ എവിടെ വരണം? ശരി, നമുക്ക് ലൊക്കേഷൻ അയക്കേ. ശരി സാർ. എണിടാ, എന്ത് ഉറക്ക്, എന്ത് പറ്റി ചുക, എണിടാ, പറഞ്ഞേക്ക്. അങ്ങനെ ജിന്ന് എണിച്ചു. എന്ത് പറ്റി? ബാക്കിയുറനെ വിളിക്കുക. അങ്ങനെ എല്ലാവരും പോയി. എല്ലാവരും എണിച്ച് എന്ത് പറ്റി? മേർഡർ നടന്നിട്ടുണ്ട്, വാ നമുക്ക് പോയിട്ട് നോക്കാം. അങ്ങനെ എല്ലാവരും അവിടെ നിന്നായിട്ട് അവർ പോലീസായിരുന്നു 7 പേരും. അങ്ങനെയായിട്ട് അവർ പോലീസ് മാത്രമല്ലായിരുന്നു, അണ്ടർഗ്രൗണ്ട് പോലീസായിരുന്നു. അതിന് എല്ലാ ഒരു സി ഐ ഡി മാറിയായിരുന്നു. അവർ പോലീസും ആയിരുന്നു. അങ്ങനെ ചെക്കപ്പ് അത് നിങ്ങൾക്കായിരുന്നു. അങ്ങനെ ആരാണ് ഇങ്ങനെയായിട്ട് എല്ലാവരും വന്ന് ഇങ്ങനെ നോക്കും. അങ്ങനെ പോലീസ് ജീപ്പ് എടുത്ത് അവർ വന്ന് നോക്കുമ്പോൾ ഡെഡ് ബോഡി കണ്ട് ഷോക്കായി. എന്താടാ ഇത് ചെയ്തിന്? അങ്ങനെയായിട്ട് നോക്കയില്ല. അങ്ങനെ ആറമ്മ തേടാൻ തുടങ്ങി. അതിലൊരു ടാറ്റോ അല്ല, അവർ ഡ്രോയിങ് വെച്ചായിരുന്നു. ബ്ലഡ് ഒരു ചീട്ട് ഉണ്ടായിരുന്നു. ആ ചീട്ടിൽ വന്ന് ഒരു ഡ്രോയിങ് വരച്ചായിരുന്നു. ആ ഡ്രോയിങ് കണ്ട് ഷോക്കായി. അയ്യോ, വീണ്ടും ഇതാ കില്ലർ കൊന്നത്. പറഞ്ഞിട്ട് ഷോക്കായി. എന്താടാ നടക്കുന്നത്? ടാറ്റോ ഇടടാ, നോക്കടാ ഡ്രോയിങ്. ഞാൻ ആ ഡ്രോയിങ്ങിൽ നോക്കുക. ഡ്രോയിങ്ങിൽ ഒരു ഡ്രോയിങ് അതൊരു അസ്ഥിക്കൂടെ ഒരു ഡ്രോയിങ്, ഒരു ഹെല്ലിൻ്റെ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ഷോക്കായി. ശരിടാ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഒന്ന് ക്ലൂ കിട്ടുന്നില്ലല്ലോ. ഇപ്പം എന്താ, ആരെ കില്ലർ കൊന്നത് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ നമുക്കൊരു ക്ലൂ കിട്ടി. ശരി, കണ്ടുപിടിക്കാം. അങ്ങനെയായിട്ട് ക്ലൂ എടുത്തുകൊണ്ട് പോയി. വീട്ടിലേക്ക് ഒരു ഹെയർ ആയിരുന്നു. ഇത് ഗേളാണോ ബോയാണോ? ജിം പറയാൻ തുടങ്ങി. ഇതൊരു ഗേളായിട്ടൊരു കൊന്നത്. ഇത് കേട്ടോ ഷുഗർ മണ്ടയ്ക്ക് ജിമ്മിന് അടിച്ചു. എന്താടാ പറയുന്നത്? അപ്പോൾ ഒരു ബോയായിട്ട് അറിയില്ല, ഇത് ഗേളാണ് ബോയാണ് ചെക്ക് ചെയ്യാം. അങ്ങനെയായിട്ട് ആ മുടി എടുത്തുകൊണ്ട് പോയി ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പോലീസൊക്കെ ഒന്ന് കിട്ടി. അങ്ങനെ പോലീസ് പോയി ചെക്കാക്കാൻ തുടങ്ങി. ഡോക്ടർ ചെക്കാക്കിയിട്ട് പറഞ്ഞു ഇതൊരു ഗേളാണ്. ഇത് കണ്ട് എല്ലാവർക്കും ഷോക്കായി. 7 പേർക്ക്. എന്ത് ഗേളാണോ സൈക്കോ ആണോ എന്ന് പറഞ്ഞു. അങ്ങനെ ജിമ്മി പറഞ്ഞു, അയ്യോ ഗേളാണോ സൈക്കോ, ഞാൻ പെണ്ണുപിള്ളയാണോ? അയ്യോ, ഒരുപോലെ ഏതോ ഒരു പെണ്ണ് വന്ന് എന്നെ കൊന്ന് എന്താ ചെയ്യൂ? ജിമ്മിനെ പൊക്കും മണ്ടത്തേരും പറയാൻ തുടങ്ങി. എല്ലാവരും ടെൻഷൻ ഉണ്ടാവില്ല ജിമ്മീനാന്ന് പറഞ്ഞു. അങ്ങനെയായിട്ടും ജിമ്മീനൊക്കെ ഒന്ന് ക്ലൂ ഇട്ടാൽ തുടങ്ങി. ഇപ്പം ആ ഗേൾ എവിടുന്ന് ഇങ്ങനെ ആ സൈക്കോ ഇങ്ങനെ അങ്ങനെ ഡെഡ് ബോഡി ഇങ്ങനെ വെച്ചാൽ കാർ പാസ്റ്റ് പോയി ഒരു ഗസ്റ്റ് ഹൗസിൽ പോയി നിന്നു. അവിടെ ആരും ഇതുവരെയുള്ള ഒരു ട്രെയിനിൽ. അങ്ങനെ ആ കാറിൽ ഇറങ്ങി നല്ല വീടുള്ള ഒരു മാസ്ക് കുറേ അതിൻ്റെ അകത്ത് പോയി. ബാക്കി ബോയ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്ന് ബോയ്സിനെ കൊല്ലുന്ന ഇങ്ങനെ പേടിപ്പിച്ച് അവർ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമുക്ക് ഹീറോയിൻ എൻട്രി പോവാം. പറഞ്ഞേക്കടി ഹേമ, നിക്കടി ഹേമ, ഓടരുത് പറഞ്ഞേക്ക്, വാ നമുക്ക് പോവാം, നമുക്ക് കോളേജൊക്കെ ലേറ്റായി. അയ്യോ, ഒരു കാര്യം. ഹേമ മൊബൈലിൽ ഇങ്ങനെ റിംഗ് വന്നു. മെസ്സേജ് നോക്കി. സൈക്കോ, ഇന്നൊരാളെ കൊന്നിട്ടുണ്ട്. ഹേമ പറയാൻ തുടങ്ങി. എടി, എത്രാമത്തെ കൊലപാതകം ഇത്? 80ാമത്തെ കൊലപാതകം. എന്നിട്ട് ആരടാ? ഗേളിനെ കൊല്ലോടി. അങ്ങനെ കൊണ്ട് പെണ്ണുപിള്ളേർ കൊല്ലുമോ? എനിക്ക് രാത്രി പോകാൻ പേടിയാ. അങ്ങനെ ഹീറോയിൻ്റെ വീട് കുറച്ച് ചേഞ്ച് ആവാൻ തുടങ്ങി. എന്താണ് ഈ പറഞ്ഞത്? ഗേളിനെ കൊല്ലുമോ? നമ്മളെ കൊല്ലുന്ന എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. ഹീറോയിൻ അയച്ചാൽ തുടങ്ങി. അങ്ങനെ കൊല്ലുമോ? അമ്മ എന്താ ചെയ്യൂ എന്ന് ഹീറോയിൻ ഇവിടുന്ന് പോയി.
അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് തുടങ്ങി നിറയെ ക്ലൂ കിട്ടുമായിരുന്നു. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ആരും തല ടെൻഷനായി. അങ്ങനെ വേറെ ഡി ജി പി ആയിരുന്നു. ഓരോന്നിങ്ങനെ ഒരു നല്ല എല്ലാവരും പറയാൻ തുടങ്ങി. MLA പറയാൻ തുടങ്ങി. ആരും എപ്പോഴാണ് കണ്ടുപിടിക്കുക, എത്ര ബോയ്സാണ് കാണാതാവാൻ പോകുന്നത്, ഗേൾസ് മിസ്സിങ് ആണ്, ഇപ്പോൾ ബോയ്സ് മിസ്സിങ് ആണ്, ഇപ്പോൾ കുറച്ച് ഗേൾസ് മിസ്സാണ്, ഇപ്പോൾ കൂടുതൽ ബോയ്സാണ് മിസ്സിങ്. എന്താടാ കണ്ടുപിടിച്ചോ? അയ്യോ സാർ കണ്ടുപിടിക്കാൻ പറ്റില്ല സാർ, ആരാണെന്ന് അറിയില്ല സാർ, എങ്ങനെ സാർ ഞാൻ കണ്ടുപിടിക്കും? അങ്ങനെ പറഞ്ഞായിരുന്നു. ഗേൾസ് ആയിരുന്നു പറഞ്ഞിട്ടും അങ്ങനെയായിട്ട് കില്ലറിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലായിരുന്നു. ഹീറോയിൻ നന്നായിട്ട് ഉറങ്ങിയായിരുന്നു രാത്രി 12 മണിക്ക്. അങ്ങനെയായിട്ട് ഒരു സൈക്കോ ഇങ്ങനെ രാത്രി നിറഞ്ഞു പോയായിരുന്നു. ആ സൈക്കോ അത് ഗേളാണ് ബോയാണ് ആർക്കും ഇതുവരെ കണ്ടുപിടിച്ചത്. ഗേളാണ് ഒരു നമ്പിക്കായിരുന്നു. ഇങ്ങനെയായിട്ട് നടന്നു പോയായിരുന്നു. അപ്പോൾ ഉറങ്ങി അങ്ങനെ നടന്നായിരുന്നു. ഹീറോയ്ക്ക് താഴ്ക്കാൻ തുടങ്ങി. അങ്ങനെ തണ്ണി കുടിക്കാൻ വന്നായിരുന്നു. തണ്ണി കുടിക്കാൻ വന്നായിരുന്നു. ഹീറോയിനെ വീട്ടിലേക്ക് തുണി ഇങ്ങനെ സ്പ്രേ അടിപ്പിച്ച് ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ ഹീറോ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കി. ഹീറോയി അത്ര മയങ്ങിയില്ലായിരുന്നു. ഇങ്ങനെ കുറച്ച് മയങ്ങി എണിച്ചായിരുന്നു. പോലീസുകാർ ചെക്ക് ചെയ്യുമ്പോൾ ആ സൈക്കോ എന്ത് ചെയ്യുക, ഇങ്ങനെ ഹീറോയിനെ കൊണ്ടുപോയി അവിടെ റൂമിലിട്ടു. അത് ഒരു ബോയ് ആയിരുന്നു, മാസ്ക് ഊരി. അത് ഹീറോയിൻ. നീ എന്നടാ കിഡ്നാപ്പ് ചെയ്തത് ജാക്ക്? ജാക്ക് പറയാൻ തുടങ്ങി. എന്നെ റിജക്റ്റ് ചെയ്തു, അതുമാത്രമല്ല. ജാക്കിനെ കേട്ട് ഷോക്കായി. നീ റിജക്റ്റ് ചെയ്തോ? ജാക്കിനോട് ചോദിച്ചു. നീ ആർക്ക് പ്രപ്പോസ് ചെയ്ത? നീ എന്നെ കണ്ടുപിടിച്ചു, എനിക്ക് അവൾ പ്രപ്പോസ് ചെയ്ത് റിജക്റ്റ് ചെയ്തു. ഞാൻ ആരാന്ന് നീ കണ്ടുപിടിച്ചു, അത് നിന്നെ കൊല്ലാതെ വിടല പറഞ്ഞു. അങ്ങനെ ജാക്ക് അതിനാക്കി സീരിയൽ കില്ലർ. അങ്ങനെ ജാക്ക് അവിടെ നിന്ന് പോയി. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? വള്ളി കിഞ്ഞിട്ട് പോയി. അയ്യോ രക്ഷപ്പെടുന്നു. അങ്ങനെ ഓടിപ്പോയി. അയ്യോ ഒരു കാറ് വന്നു. ആ കാറിന് സ്റ്റോപ്പായി. അയ്യോ ആ ജിമ്മിനായിരുന്നു. അയ്യോ ജിമ്മിനൊക്കെ പേടിയാണ്, എല്ലാ ഗേൾസിനും നോക്കാമല്ല. അങ്ങനെ കണ്ടു. അയ്യോ ഇവളോ ഒരുപോലെ കില്ലറാണോ? ജിമ്മിന് ഇങ്ങനെ കാറടിച്ചു ഇങ്ങനെ മയങ്ങി വീണു. ജിമ്മിനെ എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇങ്ങനെ എണിച്ചു. ആറാം കോൾ ചെയ്ത് പറഞ്ഞു. എന്താടാ നീ എന്ത് ചെയ്തു? ഒന്നുമില്ലടാ, നടന്ന കാര്യം പറയാൻ തുടങ്ങി. ശരി അങ്ങനെ ആറാം അടുത്തിരുന്നു. എണിച്ചു. അയ്യോ ആരാ? പേടിക്കണ്ടമ്മ, ഞാൻ പോലീസാണ്, നടന്ന കാര്യം പറഞ്ഞു. ഞാനൊരു പോലീസാണ്, ഇങ്ങനെ നടന്ന കാര്യം ജമീന വെച്ച്. സാർ നിങ്ങളോട് പറയണ്ടു, ഞാൻ സീരിയൽ കില്ലർ കണ്ടുപിടിച്ചു സാർ. ഇത് കേട്ട് ആറാം പറയുന്നത്. നിനക്കെന്താ ലൂസാ? എന്താ സാർ വീഡിയോസ് എല്ലാം കൊടുത്തു. ഞാൻ ആറാം ചക്കക്കിനൊക്കെ അവിടുത്തെ ഡീറ്റെയിൽസ് എടുത്ത് ഓടി വന്നായിരുന്നു. ഇത് കണ്ട് ഷോക്കായി പോയി. സാർ ഇവൻ ജാക്കാണ് സാർ, ഇവനൊരു പെണ്ണ് സിൻസിയർ ലവ് ചെയ്തു സാർ. അവൻ സ്നേഹിച്ച പെണ്ണ് അവൾ പണം വേണം പറഞ്ഞുകൊണ്ട് അവനെ റിജക്റ്റ് ചെയ്തു. അതുമാത്രമല്ല ഒരു ബിസിനസ് മാൻ MLA മകനെ കല്യാണം കഴിച്ചു.